ഹലോ, ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 25ാമത്തെ ഡേ ആണ്. അങ്ങനെ കർക്കിടക മാസം അവസാനിച്ചു. ഇനി നമുക്ക് ചിങ്ങമാസത്തിലേക്കും കൂടി കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്നും ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇന്ന് നമുക്ക് ഷാംപൂ വാഷിൻ്റെ ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്ത് കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ മസാജ് ഇട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ എടുത്ത് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. അതായത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഈ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി കിട്ടും. അങ്ങനെ ചൂടായ ഓയിൽ ഒത്തിരി ചൂടല്ല കേട്ടോ, ഒരു ചെറു ചൂടോടെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതായത് ഓയിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മുടി വേരുകളിലേക്ക് അബ്സോർബ് ആവുകയും നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് നന്നായിട്ട് സഹായകമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുത്ത് നമ്മൾ ചെറു ചൂടോടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു മസാജും കൂടി കൊടുക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ, അതായത് മറ്റൊരാൾ നമുക്ക് മസാജ് ചെയ്ത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജൊക്കെ ചെയ്ത് തരുവാണെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും കാമായിട്ട് ഇരുന്നിട്ട് സൈലൻ്റായിട്ട് ഇരുന്നിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് പയ്യനെ ഇങ്ങനെ ഓയിലൊക്കെ എടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരാഴ്ചത്തെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ നിന്ന് എന്താ പറയുക ഡൈവേർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളെ കൊണ്ടും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്നും ചെയ്യാണ്ട് വെറുതെ അങ്ങനെ ഇരുന്ന് അതങ്ങ് ആസ്വദിച്ചാൽ മതിയാകും. അപ്പോൾ ഇങ്ങനൊരു ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരം മൊത്തം ഒന്ന് മനസ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനും കൂടി സഹായിക്കും ഇങ്ങനെ ഒരു ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിന്ന് തറയിലൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക കൂളാവാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയുടെ ലെങ്തിലേക്ക് അത്യാവശ്യം ഓയിലൊക്കെ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് ഷാമ്പു ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓയിലൊക്കെ മുടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും മുടി ഒരുപാട് ഡ്രൈ ആവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഷാമ്പു ഇടുന്നതുകൊണ്ട് ഓയിൽ ഇച്ചിരി അല്പം കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. ഇന്ന് നമുക്ക് ഷാമ്പു ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ താളിയാണ്. ചെമ്പരത്തി ഇല മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പരത്തിയുടെ പൂക്കളും കൂടിയിട്ട് എടുക്കാം. രണ്ടും കൂടി എടുത്തിട്ട് ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം അത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി അതിൻ്റെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തിട്ട് നമുക്കത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, അരച്ച് എടുക്കാറില്ല. ഇത്രയും മുടിയാണ് നമ്മുടെ ഓയിൽ ആപ്ലിക്കേഷന് ശേഷം എനിക്ക് കിട്ടിയത് കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കെട്ടുകണക്കിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാന്ന് തോന്നാറുണ്ട്. അതിന് ശേഷം ഓയിൽ ആപ്ലിക്കേഷന് ശേഷം ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങൾ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതായത് ചലഞ്ച് എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ചലഞ്ചൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ, അതായത് ഞാൻ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളായിരിക്കും അതൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്യാൻ വിട്ടു പോകാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഓർത്തെടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ബ്രേക്കൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്ന് അങ്ങനെയാണ് എന്ന്
എന്നുള്ള രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മെയിനായിട്ട് ഇത് മുടിക്ക് പ്രശ്നങ്ങളുള്ളവർക്കാണ് കൂടുതലായിട്ടും യൂസ്ഫുൾ ആവുക എന്ന് പറയുന്നത്. ഇനി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വെറുതെ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഓയിൽ ആപ്ലിക്കേഷനും മസാജും മാത്രം മതിയാകും. പിന്നെ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഹെയർ ഫോൾ ഉള്ളവർക്ക് നന്നായിട്ടത് കുറയ്ക്കാൻ സഹായിക്കും. അതായത് നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ അങ്ങോട്ടേക്ക് സ്കാൽപ്പിലേക്ക് എത്താത്തത് കൊണ്ടോ ഹെയർ ഫോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്, ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി കിട്ടും കേട്ടോ. അപ്പം ഓയിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഞാനൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ ഇട്ടിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ചെമ്പരത്തി താളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കെമിക്കൽ ഷാമ്പൂസ് ഉപയോഗിക്കാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് കൊടുത്ത എല്ലാ ഹെയർ പാക്സിൻ്റെ ഗുണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂസ് വഴി ചിലപ്പോൾ മൊത്തത്തിൽ അത് പോയേക്കാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മാക്സിമം നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡേയിൽ കാണാം.